5000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന മഹാശിവക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നതും ഈ പുണ്യസ്ഥലത്ത് തന്നെയാണ്. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്താണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാശി, ഗംഗോത്രി, ഋഷികേശ്, രാമേശ്വരം, ധനുഷ്കോടി, ബദരീനാഥ്, ഗോമുഖ്, കൈലാഷ് തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളവും മണലും മണ്ണും കൊണ്ടാണ് ഈ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ചെങ്കൽ മഹേശ്വരം ശ്രീപാർവതി ക്ഷേത്രത്തിലെ ശിവലിംഗം ഒരു ദൈവിക ഘടനയാണെന്ന് പറയപ്പെടുന്നു. സദാ ധ്യാനയുക്തം സദാ ജ്ഞാനതൽപം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം. മനുഷ്യ ശരീരത്തിലെ 6 വ്യത്യസ്ത ചക്രങ്ങളെ ആധാരമാക്കി നിർമ്മിച്ച 6 ധ്യാനമുറികൾ ഈ മഹാശിവലിംഗത്തിനുള്ളിലുണ്ട്. വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളും ഫലങ്ങളുമാണ് ഈ 6 ധ്യാനമുറികൾക്കും ഉള്ളത്. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം. 6 ധ്യാനമുറികൾ കൂടാതെ ഏറ്റവും താഴെയും ഏറ്റവും മുകളിലുമായി 2 ഹാളുകൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും താഴെയുള്ളതിൽ ഒരു ശിവലിംഗം കാണാം. ഇവിടെ നിന്നും 6 ധ്യാനമുറികളിലൂടെ കയറി ഏറ്റവും മുകളിൽ കൈലാസം എന്നു പേരായ മുറിയിലെത്തുന്ന വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഒരു ഗുഹയ്ക്കുള്ളിൽ എന്നതുപോലെയാണ് ഇവിടേക്കുള്ള യാത്ര. 108 വ്യത്യസ്ത ശിവലിംഗങ്ങളും ശിവന്റെ 64 ഭാവങ്ങളും ഈ ശിവലിംഗത്തിനുള്ളിൽ പല ഭാഗങ്ങളിലായി കാണാൻ കഴിയും. ബ്രഹ്മമുരാരി സുരാർച്ചിതലിംഗം നിർമ്മലഭാഷിതശോഭിതലിംഗം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലേക്കുള്ള കവാടത്തിൽ രാശിചക്രങ്ങൾ വച്ചിരിക്കുന്നത് കാണാം. ശിവനും പാർവതിയുമാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതെന്ന അർത്ഥമാണ് ഈ രാശിചക്രങ്ങൾ സൂചിപ്പിക്കുന്നത്. 4 കവാടങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. ഓരോ കവാടത്തിന്റെയും മുകളിൽ ഓരോ ഗോപുരവും കാണാം. കരുണാകരലിംഗം രാവണദർപ്പവിനാശകലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. ശിവനെയും പാർവതിയെയും പ്രധാന ദേവന്മാരായി ആരാധിക്കുന്ന ഇവിടെ ഗണേശനും കാർത്തികേയനുമാണ് ഉപദേവതകൾ. ശിവനോടൊപ്പം പാർവതിയും ഗണേശനും കാർത്തികേയനും ഒരുമിച്ചുള്ളതിനാൽ ശിവപരിവാർ അഥവാ ശിവകുടുംബമായും ഈ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു. തിരുവനന്തപുരത്തു നിന്നും ഏകദേശം 29 കിലോമീറ്റർ അകലെ ചെങ്കൽ എന്നു പേരായ സ്ഥലത്താണ് മഹേശ്വരം ശ്രീ പാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിരാട് രൂപ ഭഗവത ദർശനമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്.